ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തലയിലെ താരൻ അകറ്റാനുള്ള നല്ലൊരു റെമഡിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. താരൻ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് അകറ്റാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യത്തെ യൂസ് കൊണ്ട് തന്നെ നമ്മുടെ താരൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും. അതിനായിട്ട് സിമ്പിളായിട്ടുള്ള കറിവേപ്പില പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം കൂടി സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. താരനെ അകറ്റാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഉലുവയാണ് കേട്ടോ. 1 സ്പൂൺ ഉലുവ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നമ്മളൊന്ന് കുതിർത്തെടുക്കുകയാണ് വേണ്ടത്. ഉലുവയിൽ ഇരുമ്പ് അതേപോലെ തന്നെ വൈറ്റമിൻ സി തുടങ്ങിയ പോഷകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ താരനെ ചെറുക്കാനുള്ള കഴിവുണ്ട്. അപ്പം നമ്മളിത് ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഇരിപ്പുണ്ട് കേട്ടോ. ഈ കഞ്ഞിവെള്ളം എടുത്തിട്ടാണ്, ചൂടുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം എടുത്തിട്ടാണ് കുതിർക്കാൻ പോകുന്നത്. കഞ്ഞിവെള്ളം നമ്മൾ വേണമെങ്കിൽ തലേ ദിവസം തന്നെ ഇതേപോലെ രാത്രിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് രാവിലെ നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ചൂടുള്ള കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർക്കാനായിട്ട് പോവുകയാണ്. അടുത്തതായിട്ട് നമ്മളിവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് വേണ്ടത്. കറിവേപ്പിലയുടെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ എടുക്കാം. എൻ്റെ കയ്യിൽ പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ പൗഡറാണ് എടുക്കുന്നത്. എങ്കിലും ഞാനിത് കാണിക്കുന്നതാണ് കേട്ടോ. കറിവേപ്പില താരനകറ്റാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മുടി വളർച്ചയെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ പറമ്പിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കുക. പിന്നെ ഞാനിവിടെ നിന്ന് 2 തണ്ട് പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്. ജലദോഷം അതുപോലുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കറ്റാർവാഴയുടെ ജെല്ലാണ് കേട്ടോ. കറ്റാർവാഴ പീസാക്കി അരിഞ്ഞാൽ മതി. അരിഞ്ഞിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടാലും മതി കേട്ടോ. പിന്നെ നമ്മളിവിടെ കറിവേപ്പിലയുടെ പൊടി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകാൻ കഴിവുള്ള ഒന്നാണ് നമ്മുടെ തൈര് കേട്ടോ. തലയോട്ടിയുടെ ചൊറിച്ചിൽ, താരൻ, ഇതിനെല്ലാം ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ pH ലെവലൊക്കെ കൺട്രോൾ ആവാനായിട്ട് തൈര് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ തൈര് കൂടി ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ ആയിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുക. തെന്തമ്പാല ഓയിൽ ഉള്ളവരാണെങ്കിൽ അത് തന്നെ അപ്ലൈ ചെയ്യുക. താരൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആകും. ഒറ്റ യൂസിൽ തന്നെ പോകാനായിട്ട് ഈ ഒരു കാര്യം കൂടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ താരന്റെ പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസ് അകറ്റാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ദന്തപാല ഓയിൽ. അത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതും ഇപ്പൊ കുറച്ച് അത്യാവശ്യം പേർക്ക് തരാനുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടിരിക്കുന്ന ബോട്ടിലാണ് കേട്ടോ. എൻ്റെ മുടിയിൽ ഞാൻ ഈ താരനെ അകറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണിത്. അതുപോലെ തന്നെ മുടി വളരാനും കൂടി ഇത് നല്ലതാണ് കേട്ടോ. താരൻ ഉണ്ടാകുന്നതാണ് പലപ്പോഴും ഈ മുടി കൊഴിച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ മുടി കൊഴിയാതിരിക്കാനായിട്ട് നമ്മൾ താരനുള്ള കെയർ കൂടി നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീക്ക്ലി വൺസ് എങ്കിലും ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുക. താരൻ മാറിയവരാണെങ്കിലും ഇത് ഉപയോഗിക്കുക. താരനുള്ളവരെ നന്നായിട്ട് ഈ വിരൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യുക. അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ഷാമ്പു അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ അലോവേര ഷാമ്പു ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെർബൽ ആയിട്ടുള്ള ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ കെമിക്കൽ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് മുടിയൊക്കെ ഒത്തിരി ഡാമേജ് ആയിട്ട് മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് നല്ല സിമ്പിൾ മൈൽഡ് ഷാമ്പു ആണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഹെയർ ഡൈ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മുടി നര അകറ്റാനായിട്ട്, അതായത് മുടി നരയെ ഹൈഡ് ചെയ്യാനായിട്ട് മറക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ ഇല്ലേ, ഹെയർ കളർ ആണിത്. അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് 5 സാഷയാണ് വരുന്നത്. ഒരു സാഷ ഒരു പ്രാവശ്യത്തെ യൂസിന് എന്ന കണക്കിന് 5 പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ വരുന്നത്. 500 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പ്ലസ് നമുക്ക് 50 രൂപ കൊറിയർ ചാർജ് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അതായത് നമ്മുടെ ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ ദന്തപാല ഓയിൽ പുരട്ടിയിട്ടുണ്ട്. അതിപ്പോൾ തൽക്കാലം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നമ്മളൊരു
15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ വേണമെങ്കിൽ ഒരല്പം മൈൽഡായിട്ടുള്ള നമ്മുടെ ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ. ഒരിക്കലും കെമിക്കൽ ഷാമ്പു ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറമെ ചെയ്യാതിരിക്കുക കേട്ടോ. ഷാമ്പു നമ്മൾ ആഴ്ചയിൽ 3 തവണ അല്ലെങ്കിൽ 2 തവണയൊക്കെ ഉപയോഗിച്ചാൽ മതി. മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു 2 തവണയൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.